ഒരു വീഡിയോ എടുത്തു തരുമോ? എൻ്റെ ഫോണും കൊണ്ടേ ഇവിടെ നിന്നാൽ മതി. വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ 4. അങ്ങനെ നമ്മൾ സാധനം വണ്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ, നിങ്ങൾ കുറേ വീഡിയോയിൽ ആവർത്തിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ, ഞാനും നിങ്ങളുടെ അടുത്ത് നമ്മളിങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ബൈക്കിൽ ഒരു എക്സോസ്റ്റ് സിസ്റ്റം കയറ്റിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കുറച്ചൊന്ന് വൈകും എന്നാണ് ഞാനും വിചാരിച്ചത്, പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം അറേഞ്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേ ഇരിക്കുന്നു ഒരു ആക്രാപോവിച്ചിൻ്റെ ഒരു സ്ലിപ്പ് ഓൺ എക്സോസ്റ്റ്. ഞാൻ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫുൾ സിസ്റ്റം ചെയ്യാനുള്ളൊരു പ്ലാൻ ഇല്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത് ആക്രയാണ്. ആക്രയുടെ സ്ലിപ്പ് ഓൺ, അതായത് അവിടം വരെയുള്ളൂ. അതിനുശേഷം ഇങ്ങോട്ട് എല്ലാം സ്റ്റോക്കാണ്. ഇവിടെ മാത്രമാണ് നമ്മളൊന്ന് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ ഡിസ്ക്ലൈമർ പോലെ പറയാം, നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര ലൗഡായിട്ടുള്ളൊരു എക്സോസ്റ്റ് ആണെന്ന്. അല്ല, ഇത് ശരിക്കും ലൗഡായിട്ടുള്ളൊരു എക്സോസ്റ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ ലൗഡായിട്ടല്ല ഇതിൽ വെച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ കാറ്റും കാര്യങ്ങളും ഒന്നും കട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കത്തില്ല, അത്രയും ശബ്ദത്തിലോട്ട് പോകും. മിഡ് പൈപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറ്റിയിട്ടില്ല. എല്ലാം സ്റ്റോക്കായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. സ്ലിപ്പ് ഓൺ മാത്രമാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള, ലൗഡല്ലാത്ത, ഒട്ടും ലൗഡല്ലാത്ത ഒരു ശബ്ദമാണ്. അതായത് എനിക്ക് തുടക്കത്തിലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നാട്ടുകാരെ അധികം ഇട്ട് ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല. പിന്നെ ഞാനും ഒരു ടൈപ്പ് ഓഫ് ഇൻട്രോവേർട്ടാണ്. എനിക്ക് റോഡിൽ കൂടെ പോകുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീലിനോട് ഇപ്പോൾ എന്തോ വലിയ താല്പര്യമില്ല. പക്ഷേ ഇതുപോലൊരു ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അറിയാലോ, നമ്മൾ കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് മിക്കവരും ഇതിൻ്റെ അടുത്ത് ക്രൈസുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ബൈക്ക് നോക്കും. ലിറ്ററലി ബൈക്ക് ഭ്രാന്ത്. ഞാനും ഒരുപാട് വണ്ടികളെ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബഹളം ഉണ്ടാക്കണം എന്നുള്ളൊരു താല്പര്യം സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. നമ്മൾ പോകുന്നതും വരുന്നതും പോലും ആരും അറിയട്ടാതുള്ളൊരു ഒരു ഫീലിലുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ നമ്മളെന്താ പറയുക, ഒരു എക്സോസ്റ്റ് കൂടി ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് ലൗഡാവും, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി പ്രസൻസ് പിടിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് അറിയാലോ, നേക്കഡ് ബൈക്കാണ്. അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റോക്ക് എക്സോസ്റ്റും വെച്ചുകൊണ്ട് ഞാൻ ഈ വണ്ടി ഏതിലേക്കൂടെ കൊണ്ടുപോയാലും പെട്ടെന്ന് ആരും അങ്ങനെ നോക്കുന്ന ഒരു സെറ്റപ്പിലേക്കൊന്നും പോയിട്ടില്ല. ബിക്കോസ് നേക്കഡ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് പോകും. പക്ഷേ നമ്മളൊരു ഫെയർഡായിട്ടുള്ള ഇപ്പോൾ ഒരു 6R അങ്ങനെ ഏതെങ്കിലുമൊക്കെ കൊണ്ടുപോകാറുണ്ടെങ്കിൽ ആ പച്ച കളർ പിടിച്ചിട്ട് ആളുകൾ നോക്കും. ഇതിനാണെങ്കിൽ മിനിമൽ ആയിട്ടുള്ള പച്ച കളർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്രയും എന്താ പറയുക, ആളുകൾ ഇങ്ങനെ നോക്കുന്ന ഒരു ടൈപ്പ് അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് വെച്ചതിന് ശേഷം ആളുകൾ എന്നാലും ഭയങ്കര ഇല്ല കേട്ടോ. കാരണം ഭയങ്കര ലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ റോഡിൽ കൂടി ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ ഇങ്ങനെ എന്തോ വരുന്നുണ്ടെന്നുള്ളൊരു ഫീലിൽ നോക്കും എന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഒരുപാട് സംസാരിച്ച് നിങ്ങൾ തന്നെ എന്നെ ചീത്ത വിളിക്കും. നമുക്ക് ഓണാക്കി കേൾക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് ഓൺ ആക്കുന്ന സമയത്ത് ശരിക്കും ഒരു സ്റ്റോക്ക് എക്സോസ്റ്റ് ഐഡിയിൽ കിടക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഫീല് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് കണ്ടോ, എന്താ പറയുക, ഒരു സ്റ്റോക്ക് എക്സോസ്റ്റ്. അത് തന്നെ, സ്റ്റോക്കിൽ നിന്ന് ഒരു ചെറിയൊരു ഒരു സൗണ്ട് വ്യത്യാസം മാത്രമേ ഇതിന് ഓണാക്കുന്ന സമയത്തുള്ളൂ. പക്ഷെ നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലോവർ RPM കൈ കൊടുക്കുമ്പോഴും സ്റ്റോക്ക് പോലെ പൊട്ടുന്നുണ്ടില്ല. ആ പൊട്ടലുണ്ട്, പക്ഷേ സ്റ്റിൽ അത് സ്റ്റോക്കിൽ നിന്ന് ഒരു എന്താ പറയുക, സ്റ്റോക്ക് ഇങ്ങനെയാണെങ്കിൽ ഇതിനിത് അത്രയേ ഉള്ളൂ. കണ്ടോ സ്റ്റോക്കിൻ്റെ. എന്നാൽ ഒരു ഗർജനത്തിൻ്റെ ഒരു ചെറിയ ഫീല് വരുന്നുണ്ട്. പക്ഷേ നമ്മളൊന്ന് ഹയർ RPM എടുത്താൽ ഈ ഒരു ശബ്ദത്തിലോട്ട് സംഭവം ചേഞ്ച് ആവും. അതായത് ലോവർ RPMസിൽ നമുക്ക് ശരിക്കും ഒരു സ്റ്റോക്ക് എക്സോസ്റ്റിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. നമ്മളൊന്ന് റിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാം, കുറച്ച് അടുത്തോട്ട് നിൽക്കുന്നവർക്കും കേൾക്കാം ആ ഒരു സ്മൂത്ത്നെസ്സോട് കൂടിയ ഒരു ശബ്ദം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് സിസ്റ്റം. ഞാനിത് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എടുത്ത് മാറ്റും കേട്ടോ. ഇതിൻ്റെ രസം എന്താണെന്ന് പറഞ്ഞാൽ ഇത് Z900 മാത്രമായിട്ടുള്ള ആക്ര ഡിസൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോക്കിൽ തന്നെ ഇത് വെക്കാനൊക്കെ ജസ്റ്റ് ഒരു 5 മിനിറ്റിന് താഴെ സമയം മതി. ആ നട്ട് ഊരുക, അവിടുത്തെ നട്ട് ഊരുക, സ്റ്റോക്ക് എടുക്കുക, കയറ്റുക, ആ നട്ട് വെക്കുക, തിരിച്ച് ആ നട്ട് വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ സാധനം ഊരി തിരിച്ച് വെക്കാം. ഡയറക്റ്റ് ഫിറ്റാണ്, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ചുമ്മാ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു എക്സോസ്റ്റ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ്. പിന്നെ നമ്മൾ എയർ ഫിൽറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പവറിൽ ഇൻക്രീസ് ഉണ്ടോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഓടിച്ചുകൊണ്ട് പറയാം. അപ്പോൾ ഇതാണ് ശബ്ദം. എന്താ പറയുക, ഭയങ്കര പൊട്ടിത്തെറി ബഹളമൊന്നുമില്ല, പക്ഷേ സ്മൂത്തായിട്ട് എനിക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ട് നന്നായിട്ട്. നമ്മളൊന്ന് റിങ് ചെയ്ത് പോയി കഴിഞ്ഞാൽ
അത്യാവശ്യം നാട്ടുകാർക്കും കേൾക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് പെട്ടെന്നൊന്ന് സൈലൻ്റ് ആക്കണമെന്ന് തോന്നുന്നൊരു സിറ്റുവേഷൻ വന്നാൽ ജസ്റ്റ് ക്ലച്ച് പിടിക്കുക, അല്ലെങ്കിൽ ലോവർ RPMലോട്ട് അങ്ങ് ഡൗൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കേൾക്കില്ല. വളരെ സ്വീറ്റായിട്ടുള്ളൊരു ബുബും ഇങ്ങനൊരു സൗണ്ട് മാത്രം എനിക്ക് കേട്ടുകൊണ്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ തുടക്കത്തിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലൗഡായിട്ടുള്ള എക്സോസ്റ്റ് വെക്കുന്നില്ല, വളരെ സ്വീറ്റായിട്ടുള്ളൊരു എക്സോസ്റ്റേ ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. അങ്ങനെയാണ് ഇതിലോട്ട് എത്തിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബൈക്ക് ഓടിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങളെല്ലാം പറയാം. കണ്ടില്ലേ, നമ്മൾ നോർമലി ഇടുന്ന സമയത്ത് ഒരു ഐഡിയൽ RPMൽ നമ്മുടെ സ്റ്റോക്ക് എക്സോസ്റ്റിന് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഇതിനുള്ളൂ. അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ക്യാറ്റൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തന്നെ ശബ്ദം കയറും. പക്ഷേ ഇപ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് മാത്രമുള്ളൊരു ശബ്ദമാണുള്ളത്. പക്ഷെ കൈ കൊടുത്താൽ ഈ രീതിയിലോട്ടും സൗണ്ട് മാറും കൈ കൊടുക്കുന്നതിനനുസരിച്ച്. വണ്ടിക്ക് ഭയങ്കര വെയിറ്റ് കുറവ്, പെട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ്. പെട്രോൾ കുറവാണ്, നമുക്ക് പോകുന്ന വഴിക്ക് ഫില്ല് ചെയ്യാം. അയ്യോ, ഓക്കെ, നമ്മൾ റിങ് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ശബ്ദമാണ് വരുന്നത്. ഇത് എത്രത്തോളം ലൗഡാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അത്രത്തോളം ലൗഡല്ല. പക്ഷേ ഹയർ RPMൽ കേൾക്കുന്നുണ്ട്, ലോവർ RPMൽ നമുക്ക് സമാധാനം കിട്ടുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ എക്സോസ്റ്റ് ചിലപ്പോൾ മാറ്റും, കുറച്ച് കാലം ഇതിരുന്നോട്ടെ എന്നുള്ളൊരു ഫീലിലാണ്. നമുക്കിനി നെക്സ്റ്റ് എക്സോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ലൗഡായിട്ടുള്ളത് വെക്കണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനത്തിലെത്താം. ഇതൊരു ട്രയൽ റണ്ണായിട്ട് എടുത്തതാണ്. എന്തായാലും നമുക്ക് നോക്കാം, കുറേ കാലം ഇത് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിതിൽ വന്ന ചേഞ്ചസ് എല്ലാം പറഞ്ഞുതരാം. ആദ്യം എനിക്ക് തോന്നുന്നത് വണ്ടി നല്ല സ്മൂത്തായിട്ട് തോന്നുന്നുണ്ട്. അതായത് എക്സോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ സ്മൂത്ത് ആവോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. പക്ഷേ ലോജിക്കലി അതങ്ങനെ ചിന്തിക്കുമ്പോൾ തിയറിറ്റിക്കലി അത് കറക്റ്റൊന്നുമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഒന്ന് അനോയിങ് നോയ്സ് ഒന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദൈവമേ പോട്ടെ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഫുൾ സിസ്റ്റമുള്ള C900 ഓടിക്കുന്ന ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലപ്പോഴും എനിക്ക് എക്സോസ്റ്റുള്ള വണ്ടികൾ ഓടിക്കുന്ന സമയത്ത് കുറച്ചുകൂടി സ്മൂത്തറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എൻജിൻ സ്മൂത്ത് ആവുന്നതിൻ്റെ മാത്രമല്ല, മാറുമക്കളെ, ഓക്കേ, എൻജിൻ സ്മൂത്ത് ആവുന്നതിൻ്റെ മാത്രമല്ല, ഓഫ് കോഴ്സ് നമ്മൾ ഫുൾ സിസ്റ്റം ഒക്കെ വെക്കുന്ന സമയത്ത് ഒരു ബമ്പ് ഉണ്ടാവും, പവർ ബമ്പ് ഉണ്ടാവും, കുറച്ചുകൂടെ ഫ്രീ ഫ്ലോ ആവുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ളൊരു സ്മൂത്ത്നെസ് ഉണ്ടാവും. പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ അനോയിങ് ആയിട്ടുള്ള ശബ്ദങ്ങളൊന്നും കേൾക്കില്ല. അതായത് ചെയിൻ്റെ ശബ്ദം, അല്ലെങ്കിൽ എൻജിനിൽ നിന്ന് വരുന്ന ആ ഒരു ചെറിയ ചെറിയ കിരികിര എന്നുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാക്സിമം നമ്മൾ കേൾക്കില്ല. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി വണ്ടി റിഫൈൻഡ് ആയല്ലോ എന്നുള്ളൊരു ഫീൽ വരും, ആ ഒരു റിഫൈൻമെൻറ്റ് വന്നല്ലോ എന്നുള്ളൊരു ഫീൽ വരും. അത് കണ്ടില്ല, ഇവിടേക്ക് ഞാനിങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഒട്ടും ശബ്ദമില്ല. നമ്മൾ ഒരു സ്റ്റോക്ക് എക്സോസ്റ്റ് പോകുന്ന പോലെയുള്ളൂ. പോലീസ് മാമൻ അല്ല MVD, ദൈവമേ, കണ്ട അവർ നോക്കുന്ന പോലുമില്ല. ബിക്കോസ് ഇത് അത്രയും എനിക്ക് തോന്നുന്നു DB കറക്റ്റാണ്. അതായത് DB എത്രയോ ഇതിന് കൂടുതൽ വരുമ്പോഴാണ് ഇത് ഇല്ലീഗൽ ആവുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ DB അത്രയും ലൗഡല്ല, അത്രയും DBയിലേക്കൊന്നും ഇത് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കുമ്പോൾ വലിയ കുഴപ്പവും കാണില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്മൂത്ത്നെസ് ഉണ്ടല്ലോ. അതായത് എനിക്കിപ്പോൾ വേറെ ഒന്നും കേൾക്കുന്നില്ല, എനിക്ക് എക്സോസ്റ്റ് മാത്രമാണ് എൻ്റെ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അനോയിങ് ആയിട്ട് ഒന്നും തന്നെ കേൾക്കുന്നില്ല. പ്ലസ് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് ലൗഡായിട്ടുള്ള എക്സോസ്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ നോയ്സ് കേൾക്കില്ല. അത് വേറൊരു കാര്യം. അതായത് ഈ ഇൻലൈൻ 4 എഞ്ചിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ആ ഒരു റോബോട്ടിക് സൗണ്ട് ഉണ്ട്. അത് ചിലർക്ക് ഇഷ്ടമാണ്, അല്ല അത് ഒട്ടുമിക്കവർക്കും ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. അതിനെക്കാട്ടിയും കുറച്ചുകൂടി എനിക്കിഷ്ടമാണ് 3 സിലിണ്ടറിൻ്റെ ശബ്ദം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലത്തെ എൻജിൻ നോയ്സ് നമുക്ക് കേൾക്കില്ല. ഇപ്പം എനിക്ക് എൻജിൻ നോയ്സ് ഒക്കെ ഇഷ്ടമാണ് കേൾക്കുന്നത്, കാരണം ഇതിൻ്റെയൊക്കെ ഇൻലൈൻ 4 എൻജിൻ നോയ്സ് നല്ല രസമാണ് കേൾക്കാൻ. അപ്പോൾ നമ്മൾ ഒരുപാട് ഹൈ DB ഉള്ള അല്ലെങ്കിൽ ഹൈ ലൗഡ് ആയിട്ടുള്ള എക്സോസ്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എൻജിൻ നോയ്സ് കേൾക്കില്ല. പിന്നെ നമ്മൾ ഫുൾ കേൾക്കുന്നത് എക്സോസ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ളൊരു കാര്യം എനിക്ക് ഈ എക്സോസ്റ്റ് വരുന്നില്ല. കാരണം എനിക്ക്
ബാക്കിലോട്ട് ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് എക്സോസ്റ്റും കിട്ടുന്നുണ്ട്, ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് എഞ്ചിൻ നോയ്സും കേൾക്കുന്നുണ്ട്. രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് എനിക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇപ്പോൾ എഞ്ചിൻ നോയ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. മൊത്തത്തിൽ സൗണ്ട് എനിക്ക് ഓവറോൾ എനിക്ക് ഒന്ന് കേൾപ്പിക്കണം എന്നുള്ളപ്പോൾ ഒന്ന് കൈ കൊടുത്ത് കഴിഞ്ഞാൽ കേൾക്കും. അല്ലാത്തപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈലൻ്റ് ആയിട്ട് സ്റ്റോക്കിൽ കേൾക്കുന്ന പോലെ തന്നെ പോകാനും പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു സൈഡ് എന്ന് പറയുന്നത്. പിന്നെ എനിക്കൊരു ചെറിയ പെർഫോമൻസ് ഇൻക്രീസ് വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് മേ ബി ഞാൻ എയർ ഫിൽറ്ററും മാറി നമ്മൾ എക്സോസ്റ്റിലൂടെ ചേഞ്ച് ചെയ്ത് വെച്ചതുകൊണ്ടായിരിക്കാം. ഒരു ചാട്ടം ഇനിഷ്യലിയും ഒരു മിഡിലും നല്ല ചാട്ടം കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോട്ടലി എനിക്ക് പെർഫോമൻസ് വൈസ് ആണെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നുന്നത് ഈ വണ്ടി മൊത്തത്തിൽ. പിന്നെ ഞാനിത് വെച്ചിട്ടുള്ള 2 ദിവസം എനിക്കൊരു ചെറിയൊരു എന്താ പറയുക ഒരു RPM-ലൊക്കെ ഒരു ഫ്ലക്ച്വേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മേ ബി നമ്മൾ എക്സോസ്റ്റിൻ്റെ സിസ്റ്റത്തിൽ വരുന്ന ആ ഒരു ചേഞ്ച് ECU റീഡ് ചെയ്ത് വരുന്നതിൻ്റെ സമയമായിരിക്കാം. കാരണം ഇങ്ങനെയുള്ള വണ്ടികളിൽ നമ്മൾ ഇതുപോലത്തെ ചേഞ്ചസ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക ഈ ECU കുറച്ച് നേരത്തേക്ക് ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. അതിനുശേഷം പിന്നെ അത് നേരെ ആവുകയും ചെയ്യും. തനിയെ തന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ അത് എന്താ പറയുക ഓവർകം ചെയ്യും. അങ്ങനെയുള്ള ഒരു 2 ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇതിൻ്റെ റേസ് ഞാൻ തന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തപ്പോഴേക്കും അതും ക്ലിയറായി തന്നെ കിട്ടി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ECU ഹാപ്പിയായി തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് മൊത്തത്തിൽ ഇതിൻ്റെ അത് എക്സോസ്റ്റ് വെച്ചതിന് ശേഷം വന്നിട്ടുള്ളത്. ഉണ്ടല്ലേ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. 5th ഗിയറിലൊക്കെ നമ്മൾ ലോവർ RPM പോകുന്ന സമയത്ത് ശരിക്കും സോഫ്റ്റായിട്ടാണ് തോന്നുന്നത്. ഒന്നുമില്ല. നമുക്ക് ഈ സെക്യൂരിറ്റി മാമിൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചാലോ? എനിക്ക് ഫ്ലൈ ബൈ ഒന്നും എടുത്തു തരാനോ ആരുമില്ല. ഇവിടെ വെറുതെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്തിരുന്ന് ചോദിക്കാം. വ്യൂ പോയോ? ഒരു വീഡിയോ എടുത്തു തരോ? ഇവിടെ നിന്നാൽ മതി. എൻ്റെ ഫോണും കൊണ്ടേ ഇവിടെ നിന്നാൽ മതി. ഞാൻ അവിടം വരെ പോയിട്ട് വളച്ച് വരാം. ഫോണാണ്. ഭാഗ്യം. അപ്പൂപ്പൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പൂപ്പന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടോ ആവോ? ഇപ്പം വരാം ബ്രോ. ഓക്കേ. ഓക്കേ, പ്ലാൻ സക്സസ്. താങ്ക് യു. ഓക്കേ, കണ്ടില്ലേ കുറച്ച് ആളുകൾ നമ്മൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മളെ നോക്കുന്നുണ്ട് എന്നുള്ളൊരു ശബ്ദമാണ് വരുന്നത്. അല്ലാതെ ഭയങ്കര ഭീകരമായ അരോചകമായ ശബ്ദത്തിലോട്ട് പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും അപ്പൂപ്പൻ്റെ അടുത്ത വീഡിയോ കിട്ടിയെന്ന് ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഇപ്പം വരാം. അപ്പോൾ ഇതാണ് എനിക്ക് എക്സോസ്റ്റ് ചേഞ്ച് ചെയ്തപ്പോഴുണ്ടായ കുറച്ച് മാറ്റങ്ങളും അതിൽ തോന്നിയ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സും. ഇനി എന്തൊക്കെ നടക്കും എന്നുള്ളത് കണ്ട് തന്നെ നമ്മൾ അറിയേണ്ടതുകൊണ്ട് നല്ല കാര്യങ്ങളാണോ മോശം കാര്യങ്ങളാണോ സംഭവിക്കുന്നത് അറിയില്ല, നോക്കാം. പിന്നെ ഞാൻ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ അത്യാവശ്യം ഈ ബൈക്ക് ചെറിയ റൈഡുകൾക്ക് വളരെ കുറച്ച് എടുക്കാറുള്ളൂ. എങ്ങോട്ടെങ്കിലും കുറച്ച് ദൂരെ പോകുമ്പോൾ എടുക്കുമ്പോൾ ഒരു 10-200 കിലോമീറ്റർ 150 കിലോമീറ്റർ ഓടാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നാട്ടിൽ കിടന്ന് റൗണ്ട് അടിക്കുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം എന്താ പറയുക
ചെവി കല്ലാവാതിരിക്കാനും ഈ പറയുന്ന എക്സോസ്റ്റ് നന്നായിട്ട് ഉപകരിക്കുന്നുണ്ട്. കാരണം ഞാൻ പല ഈ പറയുന്ന എക്സോസ്റ്റുകൾ വെച്ചിട്ട് കുറേ ദൂരം ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുന്നവർക്ക് നല്ലതാണ്, വെളിയിൽ നിൽക്കുന്നവർക്ക് അയ്യോ എന്നുള്ളൊരു ഫീല് വരും. പക്ഷേ ഇത് ലോങ് ആയിട്ട് ഓടിക്കുന്ന സമയത്ത് ശരിക്കും ചെവിയിൽ വല്ല ഇയർബഡ്സോ കാര്യങ്ങളൊക്കെ വെച്ച് ഓടിക്കേണ്ടി വരും. അത്രയും തന്നെ ലൗഡ് ആവാറുണ്ട്. അപ്പോൾ ഈ ബൈക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്രയും ലൗഡായിട്ട് തോന്നിയിട്ടുമില്ല. സ്വീറ്റാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് കേൾക്കേണ്ട പോലെ കേൾക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒന്നും അറിയുന്നില്ല, നിങ്ങൾ കാറ്റിൻ്റെ ശബ്ദം മാത്രമേ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനൊരു സംഭവത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലോങ് റൈഡ്സിനും എനിക്ക് അത്യാവശ്യം ഈ ഒരു സെറ്റപ്പ് നന്നായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ ഈ പറയുന്ന എന്താ പറയുക, ചെവിക്ക് അസ്വസ്ഥത ഉണ്ടാവാത്ത എന്നാൽ ഒരു എല്ലാ രീതിയിലും ഒരു ബമ്പ്, ഇനീഷ്യൽ ബമ്പ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന രീതിക്കുള്ളൊരു എക്സോസ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ജസ്റ്റ് എക്സോസ്റ്റ് വെച്ചപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോൾ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ 4. ബൈ. ഞാൻ കുറച്ച് റോഡും കൂടി ഞാൻ മിണ്ടാതെ ഇരുന്ന് വണ്ടി ഓടിക്കാം, കാരണം കുറച്ച് ദൂരം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ മൈക്ക് സെറ്റപ്പ് അങ്ങനെയാണ്. ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ബൈക്ക് എക്സോസ്റ്റ് കട്ട് ചെയ്യും, എന്നിട്ട് എൻ്റെ ശബ്ദമായിരിക്കും അത് ഫോക്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊന്നും അതുകൊണ്ടായിരിക്കും നിങ്ങൾ കേൾക്കാത്തത്. ഞാൻ വൈസർ റോഡ് അടച്ചിട്ടാണ് ഓടിക്കുന്നത്, അതുകൊണ്ടാണ് ഉള്ള ശബ്ദം പോലും നിങ്ങൾക്ക് കേൾക്കാത്തത്. ഓക്കേ, സോറി, ഞാൻ വൈസർ തുറന്നിട്ടില്ല. നിങ്ങൾ വൈസർ തുറന്നാലേ കുറച്ചെങ്കിലും കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഇനിയൊന്നും മിണ്ടുന്നില്ല, കുറച്ച് ദൂരം നമുക്കിങ്ങനെ പോവാം.